Hi dear students, +1 മാത്തമാറ്റിക്സിലെ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് വരുന്ന ഒരു സെഷനാണ് സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. അത് കാണാൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു യൂഷ്വൽ മെത്തേഡ് പറയുന്നുണ്ട്. ഇക്വേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് 3 ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ടാണ് അത് കണ്ടെത്തുന്ന രീതി. അതൊരു ഇത്തിരി ലെങ്തി പ്രോസസ്സാണ്. അപ്പോൾ ഒരു സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ കാണാനുള്ള ഒരു ഷോർട്ട് കട്ടാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഷോർട്ട് കട്ട് ആകുമ്പോൾ തന്നെ ഒരു ചെറിയ ഫോർമുല ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിന് ശേഷം നമുക്ക് ആ ഷോർട്ട് കട്ടിലൂടെ ഒരു 4-5 ക്വസ്റ്റ്യൻസ് എങ്ങനെ സ്ക്വയർ റൂട്ട് കാണാം എന്നാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നന്നായി ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, നമുക്ക് 1-2 എക്സാമ്പിൾസിൻ്റെ കൂടെ തുടങ്ങാം. ഫൈൻഡ് ദി സ്ക്വയർ റൂട്ട് ഓഫ് 3 + 4i എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം തന്നെ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിന് നമ്മൾ z എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, z = ഫസ്റ്റ് ചോദ്യം ആയതുകൊണ്ട് ഞാൻ നന്നായി വിശദീകരിച്ച് പറയും, പിന്നീട് ഞാൻ നേരിട്ട് പെട്ടെന്ന് ചെയ്യും. ഓക്കെ, z = 3 + 4i എന്ന് പേര് കൊടുത്തു. 3 + 4i അല്ലെങ്കിൽ 3 + i4 എന്തും കൊടുക്കുക. a+ib a+bi എല്ലാം സെയിം ആണല്ലോ. അന്നേരം നമുക്കിതിന് റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് നമ്മൾ ഇതിന് a+ib എന്ന് കൊടുക്കുക കേട്ടോ. a+ib ആണ് ഈ കോംപ്ലക്സ് നമ്പർ. അത് a കിട്ടും. a = റിയൽ പാർട്ട് നമുക്കറിയാം. b = ഇമാജിനറി പാർട്ട് = 4. ഇനി നമുക്ക് കാണേണ്ട കോംപ്ലക്സ് നമ്പർ 3 + i4 ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ് നമുക്ക് കാണേണ്ടത് അല്ലേ. ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ് കാണേണ്ടത്. അതിൻ്റെ ആൻസർ ഞാൻ ഒരു കോംപ്ലക്സ് നമ്പർ തന്നെയായിരിക്കും ഇതിൻ്റെ ആൻസർ. x + iy ആണെന്ന് വിചാരിച്ചുള്ളൂ ഇതിൻ്റെ ആൻസർ. നേരം എക്സിൻ്റെ ആൻസറും വൈയുടെ ആൻസറും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോംപ്ലക്സ് നമ്പറിൻ്റെ റൂട്ട് കിട്ടും. ഇപ്പോൾ എക്സിനും വൈക്കൊക്കെ 2 വാല്യൂസ് കിട്ടും. അതുകൊണ്ട് തന്നെ റൂട്ടിൻ്റെ ആൻസർ 2 റൂട്ട്സ് ഉണ്ടായിരിക്കും ഒരു കോംപ്ലക്സ് നമ്പറിന് എന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ എക്സും വൈയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആൻസർ എഴുതും. അപ്പോൾ ഇതിൽ ഒരു ഫോർമുല നമ്മൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. അത് ഇതാണ് ആ ഫോർമുല. x = നോക്കൂ നിങ്ങൾ, x = ± mod z + a/2. ഈസി അല്ലേ? y കാണാൻ സെയിം റിസൾട്ട് ഓർത്ത് വെച്ചാൽ മതി. ± mod z - a/2 ഓർത്തെടുക്കാൻ വളരെ എളുപ്പമാണ്. mod z + a/2 mod z - a/2. ഓക്കെ, ± അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എക്സ് കിട്ടും, വൈ കിട്ടും. എക്സും വൈയും കിട്ടിയാൽ നമ്മൾ ഇങ്ങനെ ആൻസർ എഴുതും. അപ്പോൾ നമുക്ക് ഇതിൽ രണ്ടിലും മോഡുലസ് ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ മോഡുലസ് ഞാൻ ഇവിടെ നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്. മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ കാണാം. എന്താണ് മോഡുലസ് ഓഫ് ദിസ് നമ്പർ? z ഇവിടെ തന്നിട്ടുണ്ടല്ലോ. √a² + b² എന്നാണ് അല്ലേ. a² + b². ഞാൻ ഫോർമുല എഴുതാം. ഫസ്റ്റ് ചോദ്യം ആയതുകൊണ്ട് ബാക്കി ഇനി ഫോർമുല എഴുതിയില്ല കേട്ടോ. √9 + 16 കണ്ടോ. 9 + 16 √25 = 5 എന്ന് ആൻസർ കിട്ടും അല്ലേ. ഇതാണ് മോഡ് z. അപ്പോൾ നമുക്ക് എക്സും വൈയും ഇനി ചെയ്യാൻ പോവാണ്. സോ x = ± mod z 5 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. 5 + what is a 3 / 2 5 + 3/2 that is equal to ± √8/2. 8/2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4ൻ്റെ റൂട്ട് എന്താണ്? 2 ആണ് ആൻസർ. ±2 ആണ് ആൻസർ. ബിക്ക് ഇവിടെ ഒന്നും റോൾ ഇല്ല കേട്ടോ. ബിക്ക് ഇവിടെ ഒന്നും റോളില്ല. ബിക്ക് പക്ഷേ റോൾ ഉണ്ട്. അത് എവിടെയാണെന്ന് ഞാൻ പറയും. Again, y = ± mod z എന്ന് പറഞ്ഞാൽ 5 ആണല്ലോ. 5 - a. ഇവിടെ 2 ഭാഗത്തും a തന്നെയാണ്. അതുകൊണ്ട് ഇത് പഠിച്ചു വെക്കാൻ ഈസിയാണ്. 5 - 3/2 that is equal to ± ±5 - 3 എന്ന് പറഞ്ഞാൽ 2 ആണല്ലോ. 2/2 2/2 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. റൂട്ട് എടുക്കുമ്പോൾ ±1. അപ്പം x = ±2, y = ±1. 2 വാല്യൂസ് ഉണ്ട്. പക്ഷെ 2 വാല്യൂസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആൻസർ എഴുതാൻ പാടില്ല. അവിടെയാണ് ഈ b എന്ന് പറയുന്ന നമ്പറിൻ്റെ റോൾ. b നന്നായി ശ്രദ്ധിക്കണം. b ഞാനിവിടെ ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. b പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ നമ്മൾ രണ്ടും ഒരേ ചിഹ്നത്തിലാണ് എഴുതേണ്ടത്. ഒരേ സൈനിൽ എഴുതണം. അതായത് ഇത് പ്ലസ് എടുക്കുമ്പോൾ ഇതും പ്ലസ് എടുക്കണം. ഓക്കെ, ഇത് മൈനസ് എടുക്കുമ്പോൾ ഇതും മൈനസ് എടുക്കണം. പക്ഷേ b നെഗറ്റീവ് വന്നാൽ ശ്രദ്ധിക്കണേ. ബി നെഗറ്റീവ് വന്നാൽ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ചിഹ്നങ്ങളാണ് എടുക്കേണ്ടത്. അത് എക്സ് പോസിറ്റീവ് എടുക്കുമ്പോൾ വൈ നെഗറ്റീവ് എടുക്കണം. എക്സ് നെഗറ്റീവ് എടുക്കുമ്പോൾ വൈ പോസിറ്റീവ് എടുക്കണം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ബി പോസിറ്റീവാണ്. ബി പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, എക്സ് = 2 ആകുമ്പോൾ വെൻ x = 2 വൈ എന്തെടുക്കണം? സെയിം ചിഹ്നം തന്നെ എടുക്കണം. y = 1. ഓക്കെ, ആൻഡ് x = -2 സെലക്ട് ചെയ്യുമ്പം y = -1. അപ്പം ബി പോസിറ്റീവ് ആണെങ്കിൽ ഒരേ ചിഹ്നത്തിലാണ് ആൻസർ എഴുതേണ്ടത്. ഒരേ സൈനിൽ എഴുതണം. ബി നെഗറ്റീവ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് എഴുതണം. ഇവിടെ പ്ലസ് ആണെങ്കിൽ മൈനസ്, മൈനസ് ആണെങ്കിൽ പ്ലസ്. ഓക്കെ, സോ ദ റൂട്ട്സ്. അപ്പോൾ നമുക്ക് 2 റൂട്ട്സ് എഴുതാം. x + iy ആണ് ആൻസർ. എക്സും വൈയും കിട്ടിയാൽ നമുക്ക് ആൻസർ കിട്ടുമല്ലോ. ദെർഫോർ ദി റൂട്ട്സ് ആർ 2 റൂട്ട്സ് എഴുതണം. ഒന്ന് x + iy 2 + iy അല്ലേ. 2 +
i1. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട്സ് ആർ 2 പ്ലസ് ഐ അല്ലേ, y1 ആയതുകൊണ്ടാണ് കാണാത്തത്. ആൻഡ് രണ്ടാമത്തെ റൂട്ട് -2 - i, അങ്ങനെ 2 റൂട്ട്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ക്ലിയർ? ഇങ്ങനെ റൂട്ട്സ് ഈ 3 + 4iയുടെ റൂട്ടാണ് 2 + i എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ 2 + i സ്ക്വയർ ചെയ്താൽ നിങ്ങൾക്ക് 3 + i4 എന്ന് കിട്ടും. ഓക്കെ, റൂട്ട് 25 5 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 5ൻ്റെ സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും? ആൻസർ 25 കിട്ടും. 5ൻ്റെ സ്ക്വയർ ആണ് 25. അതേപോലെ ഇവിടെ നിങ്ങൾ 2 + iയുടെ സ്ക്വയർ ചെയ്താൽ നിങ്ങൾക്ക് 3 + 4i കിട്ടും. അതുപോലെ -2 - iൻ്റെ സ്ക്വയർ ചെയ്താലും നിങ്ങൾക്ക് 3 + i4 എന്ന് ആൻസർ കിട്ടും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഈ ആൻസറിനെ സ്ക്വയർ ചെയ്താൽ ക്വസ്റ്റ്യനിൽ കാണുന്ന നമ്പർ കിട്ടും. ഓക്കെ, 1-2 ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ട്രയൽ നോക്കാം. ഫൈൻഡ് ദി സ്ക്വയർ റൂട്ട് ഓഫ് -8 - 6i. അപ്പം നമുക്ക് ഈ ഫോർമുലകളൊക്കെ ആവശ്യമുണ്ട്. ഈ ഫോർമുല നമ്മൾ ഉടനീളം യൂസ് ചെയ്യും. അതുകൊണ്ട് ഞാനിനി വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമുക്ക് ആദ്യം ഈ കോംപ്ലക്സ് നമ്പറിന് Z എന്ന് പേര് കൊടുക്കുക അല്ലേ. Z പേര് കൊടുക്കുന്നു, AB എഴുതുന്നു. Z -8 - 6 A + IB പേര് കൊടുത്തു. ഈ ക്വസ്റ്റ്യൻ റൂട്ടാണ് കാണേണ്ടത്, അതിന് X + IY എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഇതിൽ എയും ബിയും എഴുതി വെക്കാം. ഞാൻ എന്താണ് എ പറയൂ? എ എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ടാണ് അല്ലേ. വാട്ട് ഈസ് എ? ഹിയർ A = -8, B = -6. ബി നെഗറ്റീവ് വരുന്നൊരു കേസാണ് കേട്ടോ, നന്നായി ശ്രദ്ധിക്കണം. B = -6. ഇപ്പോൾ mod Z നമുക്ക് ആവശ്യമുണ്ട് അല്ലേ. ഈ ഫോർമുലയിൽ നമുക്ക് mod Z ആവശ്യമുണ്ട്. mod Z എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് a² + b². അപ്പോൾ നേരിട്ട് ആൻസർ ഇതാണ് 64. 8ൻ്റെ സ്ക്വയർ 64, -8ൻ്റെ സ്ക്വയർ -6ൻ്റെ സ്ക്വയർ 36. സ്ക്വയർ ആയതുകൊണ്ട് ഫുൾ പോസിറ്റീവ് ആയിരിക്കും. √100 എന്ന് കിട്ടും. √100 എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ 10ന് വളരെ റോൾ ഉണ്ട് ഇവിടെയൊക്കെ റോൾ ഉണ്ട് കേട്ടോ. ഇനി x എന്ന് പറഞ്ഞാൽ എന്താണ്? +or - റൂട്ട് ഓഫ് mod Z + a/2, മറ്റത് mod Z - a/2. അപ്പോൾ ഞാൻ ഇവിടെ ഫില്ല് ചെയ്യാണ് ആൻസർ, ശ്രദ്ധിക്കണം. ദിസ് ഈസ് ഈക്വൽ ടു +or - റൂട്ട് ഓഫ് mod Z എന്ന് പറഞ്ഞാൽ 10 അല്ലേ. 10 + a, പക്ഷേ a നെഗറ്റീവ് ആയതുകൊണ്ട് ഇങ്ങനെ -8 എന്ന് എഴുതിയാൽ മതി /2. ദാറ്റ് ഈസ് ഈക്വൽ ടു +or - റൂട്ട് ഓഫ് ഇത് 2 തന്നെയാണ് 2/2. 2/2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ആൻസർ 1 അല്ലേ. +or - 1 എന്ന് കിട്ടി. അതുപോലെ y എഴുതുന്നു. ഓക്കെ, y is equal to +or - റൂട്ട് ഓഫ് mod Z എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 ഇനി a നോക്കൂ, a -8 ആണ്. അപ്പം മൈനസ് അപ്പോൾ പ്ലസ് ആവും അല്ലേ. മൈനസ് ഒരു മൈനസ് ഇങ്ങനെ വന്നു, രണ്ടാമത്തെ മൈനസ് ഇങ്ങനെ എഴുതിയാൽ മതി. മൈനസ് അങ്ങനെയാണ് പ്ലസ് ആവും. ഓക്കെ, /2 ദാറ്റ് ഈസ് ഈക്വൽ ടു +or - റൂട്ട് ഓഫ് 18/2. 9 എന്നല്ലേ വരിക. 18/2 9 അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ +or - 3 എന്ന് കിട്ടും. +or - 3. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്. വെൻ x = 1, കണ്ടോ, x +or - 1, y +or - 3 ആണ്. പക്ഷേ ബിയുടെ ചിഹ്നം നോക്കൂ. ബി പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബി നെഗറ്റീവ് ആണ്. ബി നെഗറ്റീവ് വന്നാൽ നേരെ ഓപ്പോസിറ്റ് സൈൻ എടുക്കണം. വെൻ x = 1, y = -3 എന്ന് സെലക്ട് ചെയ്യണം. ആൻഡ് വെൻ x = -1, y = 3 എന്ന് സെലക്ട് ചെയ്യണം. x പോസിറ്റീവ് ആകുമ്പോൾ y നെഗറ്റീവ്, x നെഗറ്റീവ് ആകുമ്പോൾ y പോസിറ്റീവ്. നേരെ ഓപ്പോസിറ്റ് സൈൻസ് ആണ് സെലക്ട് ചെയ്യേണ്ടത് ബി നെഗറ്റീവ് ആകുമ്പോൾ. ഓക്കെ, therefore റൂട്ട്സ് ആർ ഞാൻ റൂട്ട്സ് എഴുതുന്നു. x + iy ആണ് ആൻസർ. -1 x1 സെലക്ട് ചെയ്യുമ്പം 1 - i3 ആൻഡ് -1 + i3. ക്ലിയർ? x 1 എടുത്തു, -3 എടുത്തു, x നെഗറ്റീവ് 1 എടുത്തു, y = 3. നേരെ ഓപ്പോസിറ്റ് ചിഹ്നത്തിലാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി സ്ക്വയർ റൂട്ട് ഓഫ് -15 - 8i. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിന് Z എന്ന് വിചാരിക്കുന്നു. a + ib എന്ന് പേര് കൊടുക്കുന്നു. എയും ബിയും കോപ്പി എടുത്തതുകൊണ്ടാണ്. Z is equal to -15 - 8i is equal to a + ib. a equal to -15, b equal to -8. ഓക്കെ, mod Z എഴുതുന്നു. mod Z is equal to റൂട്ട് ഓഫ് 15ൻ്റെ സ്ക്വയർ 225 പ്ലസ് 8ൻ്റെ സ്ക്വയർ 64. അപ്പം 289 എന്ന് കിട്ടും. 289ൻ്റെ റൂട്ട് നമുക്കറിയാം 17 എന്നാണ്. 17. ഓക്കെ, അപ്പം mod Z ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്വയർ റൂട്ട്, ഇതിൻ്റെ സ്ക്വയർ റൂട്ട് x + iy എന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞു അല്ലേ. സ്ക്വയർ റൂട്ട് x + iy ആണ്. സോ x is equal to പറയൂ
പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മോഡ് സെഡ് എന്ന് പറഞ്ഞാൽ 17 അല്ലേ, 17 പ്ലസ് എ മൈനസ് 15 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 2/2 എന്ന് വരും അല്ലേ. 2/2 ആയതുകൊണ്ട് ആൻസർ പ്ലസ് ഓർ മൈനസ് 1 തന്നെ കിട്ടും. വാട്ട് ഈസ് വൈ? y is equal to plus or minus root of mod z minus a, മൈനസ് ആണ്, വീണ്ടും മൈനസ് ആണ്, 15 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 32/2, അത് 16 ആണ്, 16ൻ്റെ റൂട്ട് 4 ആണ്, സോ പ്ലസ് ഓർ മൈനസ് 4. ഇനി നമ്മൾ നോക്കുകയാണ് ബി നെഗറ്റീവാണ്, കണ്ടില്ലേ, ബി നെഗറ്റീവാണ്. ബി നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ വെൻ x is equal to 1, what is y? y is equal to minus 4. നേരെ ഓപ്പോസിറ്റ് ചിഹ്നമായിരിക്കണം. ഓക്കെ, when x is equal to minus 1, y is equal to plus 4. therefore roots are ഏതൊക്കെയാണ് റൂട്ട്സ്? യെസ്, 1 minus 4i and minus 1 plus 4i. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. -7 - 24i ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിന് പേര് കൊടുക്കുന്നു, z എന്നാണ് പേര്. z is equal to -7 - 24i. a plus ib എന്നുള്ള ഫോമിലാണ് അല്ലേ, a plus ib. അപ്പോൾ a നമുക്ക് ആവശ്യമുണ്ട്, a is equal to -7, b equal to -24. നമുക്ക് മോഡ് z എഴുതാം. മോഡ് z എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്, മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ റൂട്ട് ഓഫ് a² + b². 49 plus 24ൻ്റെ സ്ക്വയർ 576, 625 എന്ന് കിട്ടും. ആൻസർ 25 എന്ന് കിട്ടും അല്ലേ. 25 വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സ്ക്വയർ റൂട്ടാണ് ചോദ്യം. സ്ക്വയർ റൂട്ട് ഓഫ് -7 - 24iക്ക് നമുക്ക് എന്ത് പേര് കൊടുക്കുക? x + iy എന്നാണ് കൊടുക്കുന്നത്. ആ x + iy-ൻ്റെ ആൻസറാണ് ഇവിടെ കാണുന്നത്. x is equal to മോഡുലസ് ഓഫ് പ്ലസ് ഓർ മൈനസ് മോഡുലസ് ഓഫ് z + a/2 and y is equal to plus or minus root of mod z minus a/2. Same formula. Okay, that is equal to plus or minus root of mod z is what? 25. 25 plus a plus -7. Okay, plus -7 എന്ന് പറയുമ്പോൾ -7/2. that is equal to plus or minus root of ഇത് 18 ഉണ്ടാവുക, 18/2. 9 ഉണ്ടാവും, 9ൻ്റെ റൂട്ട് പ്ലസ് ഓർ മൈനസ് 3. ക്ലിയർ. നെക്സ്റ്റ് y is equal to പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 25 മൈനസ്, വീണ്ടും മൈനസ്, ഇനി a ആണ്, a -7 ആണ്, അപ്പോൾ +7 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഇത് 25 + 7 32 ഡിവൈഡ് ബൈ 2 16 ആണ് അല്ലേ. 16 ആകുമ്പം പ്ലസ് ഓർ മൈനസ് 4 എന്ന് ആൻസർ കിട്ടും, പ്ലസ് ഓർ മൈനസ് 4. അഗെയിൻ ഇവിടെ നോക്കൂ, ബിയുടെ ചിഹ്നം. വാട്ട് ഈസ് ബി? ബി ഈസ് നെഗറ്റീവ്. ബി നെഗറ്റീവ് ആയതുകൊണ്ട് വെൻ x is equal to 3, y is equal to -4 and when x is equal to -3, y is equal to 4, നേരെ ഓപ്പോസിറ്റ് സൈൻസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. therefore roots are ഏതൊക്കെയായിരിക്കും റൂട്ട്സ്? യെസ്, 3 - 4i and -3 + 4i. ഓക്കെ, ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി സ്ക്വയർ റൂട്ട് ഓഫ് 1 + i. നമുക്ക് തുടങ്ങാം, ഞാൻ വിശദീകരിക്കുന്നില്ല. z is equal to 1 + i is equal to a + ib. തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിന് പേര് കൊടുത്തു. അന്നേരം നമുക്ക് a കിട്ടിയിട്ടുണ്ട്, a = 1, b = 1. ഓക്കെ, മോഡ് z റൂട്ട് ഓഫ് a² + b², 1 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു √2 ആണ്. വീണ്ടും ഇവിടെ സ്ക്വയർ റൂട്ടാണ് ചോദ്യം. സ്ക്വയർ റൂട്ട് ഓഫ് 1 + iയുടെ ആൻസർ x + iy ആണ് ആൻസർ. x is equal to plus or minus root of mod z + a/2, y is equal to plus or minus root of mod z minus a/2. നമുക്ക് നോക്കാം, x is equal to plus or minus root of, that is mod z. Mod z is again √2 plus a equal to 1/2, y is equal to plus or minus root of
√2 മൈനസ് 1/2. ഇനി ഫർദർ നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതേ മോഡൽ അങ്ങ് ആൻസർ എഴുതും. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ബി നോക്കൂ, ബി പോസിറ്റീവാണ്. ബി പോസിറ്റീവ് ആയതുകൊണ്ട് രണ്ടും ഒരേ സൈനിലാണ് നമ്മൾ ആൻസർ എഴുതുക. ദെർഫോർ അവർ ആൻസർ വെൻ x is equal to √2 plus 1/2. x is equal to root of ഇതാകുമ്പോൾ what is y? y is equal to same മോഡൽ എഴുതണം, √2 minus 1/2. again when x is equal to √2 minus 1/, when x is equal to പ്ലസ് റൂട്ട് അപ്പം എടുത്ത് മൈനസ് √2 plus 1/2 എടുക്കുമ്പോൾ y എന്തെടുക്കണം? y is equal to minus √2 minus 1/2. അപ്പോൾ ഇത് പ്ലസ് എടുത്തപ്പോൾ ഇത് പ്ലസ് എടുത്തു, ഇത് മൈനസ് എടുക്കുമ്പോൾ ഇത് മൈനസ് എടുത്തു. ഓക്കെ, സോ ദ റൂട്ട്സ് ആർ, ആ രണ്ട് റൂട്ട്സ് ഇങ്ങോട്ട് എഴുതിയാൽ മതി. റൂട്ട്സ് ആർ √2 plus 1/2 plus I into what is y? y എന്ന് പറഞ്ഞാൽ ഇതാ √2 minus 1/2, ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈൻ എഴുതാം. ഓക്കെ, മൈനസ് മൈനസ് ഇട്ട് രണ്ടാമത്തെ ആൻസർ എഴുതാം. മൈനസ് √2 plus 1/2 minus I into √2 minus 1/2. ഇതിൻ്റെ മൈനസ് എഴുതി, ഇതിൻ്റെ മൈനസ് എഴുതി. ഓക്കെ, എക്സ് പ്ലസ് ഐ വൈ. ക്ലിയർ ആയല്ലോ? ഇതാ എക്സും വൈയും കിട്ടിയാൽ എക്സ് പ്ലസ് ഐ വൈ ആണ് നമ്മുടെ ആൻസർ. എക്സ് പ്ലസ് ഐ വൈ, ഇവിടെയും എക്സ് പ്ലസ് ഐ വൈ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാണ്, ഫൈൻഡ് ദി സ്ക്വയർ റൂട്ട് ഓഫ് ഐ. യെസ്, ഇവിടെ z is equal to I ആണ്, that is equal to a plus ib. a equal to a റിയൽ പാർട്ട് 0 ആണ്, b ഇമാജിനറി പാർട്ട് 1 ആണ്. മോഡ് z is equal to root of a square plus b square, അത് 1 ആണ്. again root of I ആണ് ചോദ്യം. root of I നമുക്ക് അറിയില്ല, അപ്പോൾ x plus iy എന്ന് പേര് കൊടുത്തു. where x is equal to this number, എന്തായിരിക്കും ആൻസർ നോക്കാം നമുക്ക്. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് what is mod z? 1 ആണ്. 1 plus a 0/2. ഇപ്പം ഇതെങ്ങനെ എഴുതാം നമുക്ക്? പ്ലസ് ഓർ മൈനസ് 1/√2 എന്ന് എഴുതാം അല്ലേ. y is equal to പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്, അഗെയിൻ മോഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 1 മൈനസ് 0/2. ഇതെന്ത് കിട്ടും ആൻസർ? പ്ലസ് ഓർ മൈനസ് 1/√2. രണ്ടും സെയിം ആണ്, എക്സും വൈയും സെയിം ആണ്. ഇനി ഇതിൻ്റെ സൈൻ നോക്കണം. ബി പോസിറ്റീവ് ആണ്. ബി പോസിറ്റീവ് ആയതുകൊണ്ട് വെൻ എക്സ് ഈസ് പോസിറ്റീവ് വൈ ഈസ് ഓൾസോ പോസിറ്റീവ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ രണ്ട് റൂട്ടും ഒരുമിച്ച് എഴുതാവുന്നതാണ്. വെൻ എക്സ് ഈസ് ഈക്വൽ ടു 1/√2, y also equal to 1/√2. when x is equal to minus 1/√2, y is equal to minus 1/√2. അതുകൊണ്ട് റൂട്ട്സ് എഴുതുന്നു. റൂട്ട്സ് ആർ, നമുക്ക് രണ്ടും ഒരുമിച്ച് എഴുതാം. രണ്ട് റൂട്ട്സ് എങ്ങനെ ഒരുമിച്ച് എഴുതാം? രണ്ടും ഒരേ ചിഹ്നത്തിലല്ലേ. പ്ലസ് ഓർ മൈനസ് 1/√2 പ്ലസ് I into 1/√2. അങ്ങനെ പ്ലസ് ഓർ മൈനസ് ഇട്ട് നമുക്ക് വേണമെങ്കിൽ എഴുതാവുന്നതാണ്. അതായത് നമ്മളിവിടെ പ്ലസ് സെലക്ട് ചെയ്യുമ്പം ഇവിടെയും പ്ലസ് സെലക്ട് ചെയ്യും. അപ്പോൾ എക്സ് പ്ലസ് ഐ വൈ അല്ലെങ്കിൽ മൈനസ് എക്സ് മൈനസ് ഐ വൈ. മൈനസ് സെലക്ട് ചെയ്യുമ്പോൾ മൈനസ് എക്സ്, ഇവിടെയും മൈനസ് ആയിരിക്കും. മൈനസ്. ഓക്കെ, എക്സ് നെഗറ്റീവ് ആകുമ്പോൾ വൈ നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതാണ് കോംപ്ലക്സ് നമ്പറുമായി ബന്ധപ്പെട്ട ഷോർട്ട് കട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഈ ഷോർട്ട് കട്ടിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ആൻസർ എഴുതുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആയിരിക്കണം. കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ സ്കോർ ലഭിക്കും. കറക്റ്റ് അല്ലെങ്കിൽ പിന്നെ അത് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. ഓക്കെ, ഈ ഒരൊറ്റ ഫോർമുലയാണ് പഠിച്ചു വെക്കേണ്ടത്. റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ. ആ എക്സ് കിട്ടാനുള്ള ടെക്നിക്ക് റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മോഡ് z പ്ലസ് a/2. ഈ ഒരൊറ്റ ഓർത്ത് വെച്ചാൽ മതി. y is equal to മോഡ് z മൈനസ് a/2. ഒന്നൊന്നിൻ്റെ നേരെ പ്ലസ്, ഇവിടെ മൈനസ്. ഓക്കെ, മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ നിങ്ങൾക്ക് ഓൾറെഡി പരിചയമുള്ളതാണ്. പിന്നെ ഈ ബിയുടെ സൈൻ നോക്കണം. ബി പോസിറ്റീവ് ആണെങ്കിൽ രണ്ടും ഒരേ ചിഹ്നത്തിൽ എഴുതണം. ബി നെഗറ്റീവ് ആണെങ്കിൽ രണ്ടും ഓപ്പോസിറ്റ് ചിഹ്നത്തിലാണ് എഴുതേണ്ടത്. എക്സ് പോസിറ്റീവ് എടുക്കുമ്പോൾ വൈ നെഗറ്റീവ്,
നേരെ ഓപ്പോസിറ്റ് സൈൻസിലാണ് നമ്മൾ എഴുതുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കോംപ്ലക്സ് നമ്പറിൻ്റെ റൂട്ട് സാധാരണ പബ്ലിക് പരീക്ഷയ്ക്ക് ഒരു 3 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കൂടെയാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.